Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു മുരിങ്ങയില തോരനാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ മുരിങ്ങയില തോരൻ തയ്യാറാക്കുന്നതിനും കുറച്ച് വ്യത്യാസത്തിൽ നല്ലൊരു മുരിങ്ങയില തോരൻ. മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇഷ്ടാവും ഈ ഒരു രീതിയിൽ തോരൻ വെച്ചാൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 2.5 കപ്പോളം മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ആക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തോരനിലേക്ക് 2 മുട്ടയും കൂടെ വേണം. അപ്പോൾ 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന ശേഷം ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നങ്ങ് വഴന്ന് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള മുരിങ്ങയിലേക്കും അതുപോലെ മുട്ടയിലേക്കൊക്കെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇതിലിപ്പോൾ കുറച്ച് മുരിങ്ങയുടെ പൂവും മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. മുരിങ്ങയുടെ പൂവൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് തോരൻ വെക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് പൂവൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കിത് ഇലയുടെ കൂടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഒരു 3-4 മിനിറ്റ് നമുക്ക് ഈ മുരിങ്ങയിലൊന്ന് വെന്ത് വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ മുരിങ്ങയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള 2 മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നല്ല ഡ്രൈ ആയി പോകുന്നതിന് മുന്നായിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ തോരനിലേക്ക് ചേർക്കുന്ന പോലെ തേങ്ങ ചതച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ചിരകിയ തേങ്ങ ചേർത്താൽ മതി. ഇനി ഇത് നമ്മൾ സാധാരണ തോരനൊക്കെ ചെയ്യുന്ന പോലെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഉപ്പെല്ലാം നോക്കി ആവശ്യത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവും ഈ മുരിങ്ങത്തോരൻ. ഇതിൽ നമ്മൾ സവാളയും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് മുരിങ്ങയിലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.